ലോകത്തിലെ ഏറ്റവും വലിയ കരടി ഇനമാണ് പോളാർ ബിയർ അഥവാ ധ്രുവക്കരടി. ഇന്നത്തെ വീഡിയോയിലൂടെ ധ്രുവക്കരടികളെക്കുറിച്ചുള്ള കൗതുകകരമായ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാം. 8 അടിയിൽ കൂടുതൽ ഉയരവും 1/2 ടണ്ണോളം ഭാരവുമുള്ള ഒരു കൂറ്റൻ പ്രെഡേറ്ററാണ് പോളാർ ബിയർ. കട്ടിയുള്ളതും ഇടതൂർന്നതുമായ രോമങ്ങൾ, ശക്തവും പേശീബലമുള്ളതുമായ ശരീരം, വെള്ളത്തിൽ തുഴയാൻ സഹായിക്കുന്ന മുൻകാലുകൾ, ചെറിയ ചെവികൾ, ചെറിയ വാൽ, ഇതാണ് ഒരു പോളാർ ബിയറിന്റെ രൂപം. ഈ പ്രത്യേകതകൾ മഞ്ഞുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നു. ഉത്തരധ്രുവത്തിന് ചുറ്റുമുള്ള തീരങ്ങളിലും തെക്ക് ഹഡ്സൺ ഉൾക്കടലിലും നിങ്ങൾക്ക് പോളാർ ബിയറിനെ കണ്ടെത്തുവാനാകും. ഏകദേശം 60% ധ്രുവക്കരടികളും വടക്കൻ കാനഡയിൽ കാണപ്പെടുന്നു. ശേഷിക്കുന്നവ ഗ്രീൻലാൻഡ്, അലാസ്ക, നോർവേ, റഷ്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. കരടികൾ ഉർസിഡേ കുടുംബത്തിൽ ഉൾപ്പെടുന്നു. ഉർസിഡേ കുടുംബം ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പരിണമിച്ചു. DNA പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ധ്രുവക്കരടികൾ 1.5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തവിട്ട് കരടികളിൽ നിന്ന് വ്യതിചലിച്ച് രൂപപ്പെട്ടുവെന്നാണ്. ആൺധ്രുവക്കരടിയുമായി താരതമ്യം ചെയ്താൽ പെൺധ്രുവക്കരടി വളരെ ചെറുതാണ്. ധ്രുവക്കരടി ഒരു ഒറ്റപ്പെട്ട മൃഗമാണ്. ബ്രീഡിംഗ് സീസണിൽ ഇണയോടൊപ്പം സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ അമ്മയുടെ സംരക്ഷണയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെയോ ഒഴിച്ചു നിർത്തിയാൽ ഇവർ ഏകാന്തവാസികളാണ്. മഞ്ഞുപാളികളിലൂടെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടുവാനും തണുത്തുറഞ്ഞ ആർട്ടിക് സമുദ്രത്തിലൂടെ മണിക്കൂറിൽ 9 കിലോമീറ്റർ വരെ വേഗതയിൽ നീന്തുവാനും ധ്രുവക്കരടികൾക്ക് സാധിക്കും. ശക്തമായ ഈ കഴിവുകൾ അവരെ ആർട്ടിക്കിലെ യഥാർത്ഥ അഗ്രവേട്ടക്കാരാക്കി മാറ്റുന്നു. ഇരയെ പിടികൂടുവാൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങുവാനും 2 മിനിറ്റ് വരെ ശ്വാസം പിടിച്ച് നിൽക്കുവാനും ഇവയ്ക്കാകും. ശക്തമായ ശ്വാസകോശമാണ് ധ്രുവക്കരടിയുടേത്. കൂടാതെ പേശികളിൽ മയോഗ്ലോബിൻ്റെ ഉയർന്ന സാന്ദ്രതയുമുണ്ട്. മയോഗ്ലോബിൻ ഓക്സിജൻ ബൈൻഡിംഗ് പ്രോട്ടീനാണ്. ഇത് പേശി ടിഷ്യൂവിൽ ഓക്സിജൻ സംഭരിക്കുവാൻ സഹായിക്കുന്നു. ധ്രുവക്കരടികൾക്ക് മന്ദഗതിയിലുള്ള ഹൃദയമിടിപ്പും താഴ്ന്ന ശരീര താപനിലയുമുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് 2 മിനിറ്റ് വരെ അവയ്ക്ക് വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നത്. വേട്ടയാടുവാനും മനുഷ്യരുടെ വേട്ടയാടലിൽ നിന്ന് രക്ഷ നേടുവാനും ഇതവരെ സഹായിക്കുന്നു. വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ ധ്രുവക്കരടിയെ കണ്ടെത്തുക പ്രയാസമാണ്. ധ്രുവക്കരടികളുടെ വിരലുകൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വെള്ളത്തിലൂടെ എളുപ്പത്തിൽ നീന്തുവാൻ അവരെ അനുവദിക്കുന്നു. കൺപോളകൾക്ക് പുറമെ ധ്രുവക്കരടികൾക്ക് നിക്ടേറ്റിംഗ് മെംബ്രൻ എന്ന അധിക പാളി കൂടിയുണ്ട്. ഇത് കണ്ണുകൾക്ക് അധിക സംരക്ഷണം നൽകുന്നു. ധ്രുവക്കരടിയുടെ രോമം ശരിക്കും വെളുത്തതാണോ? കണ്ടാൽ വെളുത്തതായി തോന്നുമെങ്കിലും ഇവരുടെ രോമത്തിന് നിറമില്ല എന്നതാണ് വസ്തുത. ധ്രുവക്കരടിയുടെ രോമങ്ങൾ സുതാര്യമാണ്. കട്ടിയുള്ള ഈ രോമങ്ങളുടെ ഉൾഭാഗം പൊള്ളയാണ്. സൂര്യപ്രകാശം രോമത്തിൽ പതിക്കുമ്പോൾ രോമത്തിനുള്ളിൽ വച്ച് പ്രകാശം ചിതറുകയും പിന്നീട് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവരുടെ രോമം വെളുത്തതായി കാണപ്പെടുന്നത്. ജലത്തിൽ പൊങ്ങിക്കിടക്കുവാനും തണുത്ത ആർട്ടിക് കാലാവസ്ഥയിൽ ചൂട് നിലനിർത്തുവാനും ഈ രോമങ്ങൾ സഹായകരമാണ്. ധ്രുവക്കരടിയുടെ ചർമ്മത്തിൻ്റെ നിറവും നാവിൻ്റെ നിറവും കറുപ്പാണ്. ധ്രുവക്കരടികൾ വളരെ മികച്ച വേട്ടക്കാരാണ്. സീലുകളുടെയും വാൾറസുകളുടെയും ഇടയിലേക്ക് ഇടിച്ചു കയറി അവർ വിജയകരമായി വേട്ടയാടുന്നു. 1200 PSI ശക്തിയിൽ, അതായത് സിംഹത്തെക്കാൾ ശക്തിയിൽ കടിക്കുവാൻ കഴിയുന്ന ശക്തവും ബലിഷ്ഠവുമായ പല്ലുകൾ ഇവരെ അപകടകാരികളാക്കി മാറ്റുന്നു. ഈ അർദ്ധജല സസ്തനികൾക്ക് വെള്ളത്തിലും കരയിലും ഒരുപോലെ വേട്ടയാടുവാൻ സാധിക്കും. ധ്രുവക്കരടിയുടെ കൈകൾ വളരെ ബലിഷ്ഠമാണ്. ഒറ്റയടിക്ക് തന്നെ ഇരയുടെ ജീവൻ എടുക്കുവാൻ അവർക്ക് സാധിക്കും. കൂടാതെ കൂർത്ത നഖങ്ങളും ഇവയ്ക്കുണ്ട്. 1.5 ടണ്ണിലേറെ ഭാരമുള്ള കൂറ്റൻ വാൾറസുകളെ പോലും ക്രൂരമായി വേട്ടയാടി കീഴ്പ്പെടുത്തുവാൻ ധ്രുവക്കരടികൾക്ക് നിഷ്പ്രയാസം സാധിക്കും. വ്യത്യസ്തമായ രീതികളിലൂടെ ധ്രുവക്കരടികൾ വേട്ടയാടുന്നു. ചിലപ്പോൾ ഇരയെ പിന്തുടർന്ന് ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് നേരം പതിയിരുന്ന് അവസരം കിട്ടുമ്പോൾ ആക്രമിക്കും. സീലുകൾ ശ്വാസമെടുക്കുവാനായി പുറത്തേക്ക് വരുന്ന ഹോളിന് സമീപം കാത്തിരുന്ന് ധ്രുവക്കരടികൾ അവയെ പിടികൂടാറുണ്ട്. മികച്ച കാഴ്ചശക്തിയും ഘ്രാണശക്തിയുമുള്ള ജീവികളാണ് ധ്രുവക്കരടികൾ. വാൾറസ്, പക്ഷികൾ, മത്സ്യങ്ങൾ, ചത്ത് തീരത്തടിയുന്ന തിമിംഗലങ്ങളുടെ ശവങ്ങൾ എന്നിവ അവർ ആഹാരമാക്കാറുണ്ട്. എങ്കിലും സീലുകളാണ് ധ്രുവക്കരടിയുടെ പ്രധാന ഭക്ഷണം. ധ്രുവക്കരടികളുടെ നിലനിൽപ്പിന് സീലുകളെ ആഹാരമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സീലുകളുടെ മാംസം കൊഴുപ്പിനാൽ സമ്പന്നമാണ്. ആർട്ടിക്കിലെ തണുപ്പേറിയ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കണമെങ്കിൽ ധ്രുവക്കരടികൾക്ക് ഉയർന്ന ഊർജമുള്ള ഭക്ഷണം ആവശ്യമാണ്.
സീലുകളുടെ കൊഴുപ്പ് നിറഞ്ഞ മാംസത്തിൽ നിന്ന് ധ്രുവക്കരടികൾക്ക് ആവശ്യമായുള്ള ഊർജം ലഭിക്കുന്നു. ധ്രുവക്കരടികൾ അവരുടെ ശരീരത്തിൽ ധാരാളമായി കൊഴുപ്പ് സംഭരിക്കുന്നു. ചില സസ്തനികളിൽ, പ്രത്യേകിച്ച് വെള്ളത്തിൽ വസിക്കുന്നവയുടെ പ്രാഥമിക കൊഴുപ്പ് സംഭരണിയാണ് ബ്ലബ്ബർ പാളി. ധ്രുവക്കരടികളുടെ ചർമ്മത്തിന് കീഴെയും ബ്ലബ്ബർ പാളിയുണ്ട്. അത് 4 ഇഞ്ച് വരെ കട്ടിയുള്ളതും ചൂട് നിലനിർത്തുവാൻ സഹായിക്കുന്നതുമാണ്. പേശികളൊന്നും ചലിപ്പിക്കാതെ വെള്ളത്തിൽ എളുപ്പത്തിൽ പൊങ്ങിക്കിടക്കുവാൻ ബ്ലബ്ബർ പാളി ധ്രുവക്കരടികളെ സഹായിക്കുന്നു. അതിനാൽ ധ്രുവക്കരടികൾക്ക് യഥാർത്ഥത്തിൽ നടക്കുന്നതിനേക്കാൾ നീന്തുന്നതാണ് എളുപ്പം. ഒരു ധ്രുവക്കരടി നടക്കുമ്പോൾ അത് അതിൻ്റെ ഭാരം മുഴുവൻ കാലിൽ വഹിക്കണം. ഇത് വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ധ്രുവക്കരടികൾക്ക് വലിയ ഭാരമുണ്ട്. മഞ്ഞിൽ നടക്കുന്നത് ഒരിക്കലും എളുപ്പമല്ല. എന്നാൽ ബ്ലബ്ബർ പാളി ഉള്ളതിനാൽ ധ്രുവക്കരടികൾക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാനും എളുപ്പത്തിൽ നീന്തുവാനും സാധിക്കുന്നു. അതിനാൽ അവർ നീന്തുമ്പോൾ എളുപ്പം തളരില്ല. ഇത് ഊർജ്ജനഷ്ടം ഒഴിവാക്കി ദീർഘദൂരം സഞ്ചരിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നു. ധ്രുവക്കരടിയുടെ അതിജീവനത്തിന് കൊഴുപ്പ് അത്യന്താപേക്ഷിതമാണെന്ന് നാം പറഞ്ഞിരുന്നു. എന്നാൽ ഇതേ കൊഴുപ്പ് അവരുടെ ശരീരത്തിൽ വിഷമുണ്ടാക്കുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഒരു ധ്രുവക്കരടിയുടെ കരൾ കഴിച്ചാൽ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടും. കരടിയുടെ കരളിലുള്ള വിറ്റാമിൻ എയുടെ ഉയർന്ന അളവാണ് ഈ വിഷത്തിന് കാരണം. വിറ്റാമിൻ എ മനുഷ്യന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ അതിൻ്റെ അമിതമായ അളവ് അപകടകരമാണ്. ധ്രുവക്കരടികൾ സീലുകളിൽ നിന്നും മറ്റ് സമുദ്രജീവികളിൽ നിന്നുമുള്ള കൊഴുപ്പിൻ്റെ ഉയർന്ന ശതമാനം ഭക്ഷിക്കുന്നു. വിറ്റാമിൻ എ കൊഴുപ്പ് ലയിക്കുന്നതാണ്. അതിനാൽ വിറ്റാമിൻ കൊഴുപ്പ് കോശങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. തൽഫലമായി ധ്രുവക്കരടിയുടെ കൊഴുപ്പുള്ള ഭക്ഷണത്തിൽ നിന്ന് കരൾ അധിക വിറ്റാമിൻ എ സംഭരിക്കുന്നു. അതിനാൽ ധ്രുവക്കരടിയുടെ കരൾ ഭക്ഷിക്കുന്ന ഏതൊരു ജീവിക്കും അത് വിഷമാണ്. ധ്രുവക്കരടിയുടെ പാദങ്ങൾ പരന്നതും വീതി കൂടിയതുമാണ്. കൂടാതെ അവയുടെ പാദങ്ങളിൽ പാപ്പില്ല എന്നറിയപ്പെടുന്ന ചെറുമുഴകളുണ്ട്. സൺബിയറിനൊഴികെ മറ്റെല്ലാ കരടികൾക്കും പാപ്പില്ലകളുണ്ട്. എന്നാൽ ധ്രുവക്കരടിയുടെ പാപ്പില്ലകൾ മറ്റു കരടികളെക്കാൾ 1.5 മടങ്ങ് വരെ വലിപ്പമുള്ളതാണ്. ഇത് മഞ്ഞിലൂടെ നടക്കുമ്പോൾ അവയ്ക്ക് ഗ്രിപ്പ് നൽകുന്നു. ധ്രുവക്കരടിയുടെ ശരീരം വളരെ നന്നായി ഇൻസുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം പെട്ടെന്ന് അമിതമായി ചൂടാകും. അതുകൊണ്ടാണ് അവ പലപ്പോഴും വളരെ സാവധാനത്തിൽ സഞ്ചരിക്കുന്നത്. ധ്രുവക്കരടികൾ വസന്തകാലത്ത് പ്രജനനം നടത്തുന്നു. 9 മാസമാണ് ഇവരുടെ ഗർഭകാലം. പെൺധ്രുവക്കരടികൾ മഞ്ഞിൽ വലിയ മാളങ്ങൾ നിർമ്മിച്ച് അതിനുള്ളിൽ പ്രസവിക്കുന്നു. ഒരു പ്രസവത്തിൽ 4 കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകാറുണ്ട്. 5 മാസം കഴിയുന്നതോടെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചു തുടങ്ങുന്നു. എങ്കിലും 3 വർഷം വരെ അവ പാല് കുടിക്കും. 30 വർഷമാണ് ധ്രുവക്കരടിയുടെ ശരാശരി ആയുസ്. ധ്രുവക്കരടികൾക്ക് സ്വാഭാവിക വേട്ടക്കാരില്ല. അവ ആർട്ടിക്കിലെ ഏറ്റവും വലുതും ശക്തവുമായ മൃഗങ്ങളാണ്. മറ്റ് മൃഗങ്ങളൊന്നും അവയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുന്നില്ല. ആഗോളതാപനം, രോമങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യരുടെ വേട്ടയാടൽ, കാലാവസ്ഥാ വ്യതിയാനം, കടലിലേക്ക് തള്ളപ്പെടുന്ന രാസമാലിന്യങ്ങൾ എന്നിവയാണ് ഇവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. ധ്രുവക്കരടിയുടെ എണ്ണം അവയുടെ സ്വാഭാവിക പരിധിയിലുടനീളം ഗണ്യമായി കുറഞ്ഞു വരുന്നു. 2050ഓടെ ധ്രുവക്കരടികൾക്ക് വംശനാശം സംഭവിച്ചേക്കാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക.